ഈ ചങ്ങാതിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ തണുപ്പാൻ കാലത്ത് വെറുതെ കുരങ്ങനെ മെനക്കെടുത്താൻ. അങ്ങനെ പറയാൻ വരട്ടെ, പൂവനില്ലെങ്കിലേ ഈ കാട്ടില് നേരം വെളുക്കൂല. എക്കാലം അത്രയും പൂവനാ കൂവി നേരം വെളുപ്പിക്കുന്നത്. അത് ശരിയാ. ഈ പൂവനെങ്ങാനും ഇഹലോകവാസം വെടിഞ്ഞ കാടിന്റെ കാര്യം പോക്കാ. വലിയ ബുദ്ധിമാനാന്നാ വിചാരം. അതുകൊണ്ട് എന്തു കാര്യം? നീ ഇങ്ങനെ എഴുതി തന്ന മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എല്ലാവരും അടി വാങ്ങും. കാലത്തുള്ളവൻ കാമം നന്ന പണ്ടാത്തൽ പണ്ട് മേലാർ തോട്ടത്. അത് പിന്നെ ഞാൻ ഉറങ്ങിയത് കൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ നിനക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞത്. കപിലനെ കാണുന്നില്ലല്ലോ. അവൻ വരും. അവൻ എപ്പോഴും ഊഞ്ഞാലാടി നടക്കാനാണ് ഇഷ്ടം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. കപിലാ, 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 കപിലാ. അതാ വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. കപില, ഇന്നത്തെ ചെലവ് മുഴുവൻ നിന്റെ വകയാണ്. മുത്തശ്ശി, 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 മുത്തശ്ശി. എന്താ മക്കളെ, എത്ര ദിവസമായി നിങ്ങളെ ഒരുമിച്ച് കണ്ടിട്ട്? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശിയെ കണ്ടിട്ടും ഒരുപാട് നാളായി. വരൂ മക്കളെ. ആട്ടെ, എന്തിനാ മുത്തശ്ശി ഞങ്ങളെ വിളിപ്പിച്ചത്? വേറൊന്നിനുമല്ല, നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും മുണ്ടി പറയാനും. ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കല്ലേ. മുത്തശ്ശി ഒറ്റയ്ക്കൊന്നുമല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് എനിക്കാകെയുള്ള സമാധാനം. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരൂ മുത്തശ്ശി. ഒരുപാട് കാലമായി മുത്തശ്ശിയുടെ കഥ കേട്ടിട്ട്. കഥയും കാര്യവുമൊക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്കൊരിടം വരെ പോകണം. അങ്ങ് ദൂരെ ഒരിടം വരെ. എങ്ങോട്ടാ മുത്തശ്ശി പോകുന്നത്? അങ്ങ് ദൂരെ പുത്തരിമേട്ടിലേക്ക്. പുത്തരിമേട്ടിലേക്കോ? അതൊരുപാട് ദൂരെയല്ലേ? എന്നാലും പോകണം. നമുക്ക് പാട്ടുപാടി കളിച്ച് രസിച്ചങ്ങനെ പോകാം. അവിടെ പുത്തരിയാറ്റിൽ ഒരുപാട് മീനുകളുണ്ട്. നല്ല പിടക്കുന്ന മീനുകൾ. ഇവന് കറുമുറെ തിന്നാം. കണ്ടോ കണ്ടന്റെ ഒരു കൊതി. ആരാ പാട്ട് പാടുന്നത് മുത്തശ്ശി? അത് പിന്നെ നമ്മുടെ ആസ്ഥാന ഗായകൻ തന്നെയാവട്ടെ. ആ
നിന്റെ ആ പഴയ രാഗം. പുതിയതൊന്നും പഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. കൊതിമൂത്തു